ഇന്ന് ലോകത്തിൽ പാർക്കുന്ന മാനവജനതയിൽ 3 വിഭാഗത്തിന്റെ പിതാവ് എന്നുള്ള ബഹുമതി അബ്രാമിനാണ്. ചെറിയ ആളല്ല. നമ്മുടെ കൂടെ 2 പേര് കൂടെ നിന്നാൽ മതി, നമ്മുടെ തനിനിറം അന്നേരം അറിയാം. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെ, 2 പേര് കൂടെ നിന്നാൽ മതി. പിന്നെ മന്ത്രിനെയോ MLA അങ്ങനെയുള്ള ആൾക്കാർ അല്പം അടുപ്പവും പരിചയമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ചുമ്മാ നിൽക്കുന്നതിന് ഓരം വെച്ചേച്ച് പോകും. കാശ് ഇച്ചിരി കയ്യിലുണ്ട് പിന്നെ ഒട്ടും പറയണ്ട. എല്ലാവരുടെയും കാര്യമല്ല. എന്നാൽ ഇങ്ങനെ ശ്രേഷ്ഠനായ ഈ മനുഷ്യനോട് ഇടയ്ക്ക് കയറി പറയാം, ദൈവം സംസാരിച്ചപ്പോൾ അബ്രഹാം പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്, പൊടിയും വെണ്ണീറുമായ എന്നോട് സംസാരിപ്പാൻ അവിടത്തേക്ക് തിരുവള്ളം ഉണ്ടായല്ലോ. താൻ അവിടെ പൊടിയും വെണ്ണീറും എന്നൊക്കെ തൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞ്, ഞാനും നിങ്ങളുമൊക്കെ പൊടിയാ വെണ്ണീറാന്ന് പറയും. അതൊന്നും ശരിയായി പറയുന്നതല്ല. പിന്നെ നേരത്തെ ഉള്ളവരിങ്ങനെ പ്രാർത്ഥിക്കുമ്പം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, സാക്ഷി പറയുമ്പം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും അങ്ങ് പറയുക ഏഴയും പൊടിയും വെറുതെ പറയുന്നു. എന്നാൽ അബ്രഹാം പറഞ്ഞത് വളരെ നല്ല നിലയിലാണ് പറഞ്ഞത്, പൊടിയും വെണ്ണീറുമാകുന്ന അടിയോനോട് സംസാരിപ്പാൻ അവിടത്തേക്ക് തിരുവള്ളമുണ്ടായി. അപ്പോൾ അബ്രഹാം അത്രയ്ക്ക് ശ്രേഷ്ഠനായ മനുഷ്യനാണ്. നിങ്ങൾക്ക് വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് എവിടാന്ന് നിങ്ങൾക്കറിയാം. എവിടാ? അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി, അബ്രഹാമിനെ പറ്റി ധാരാളം നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും ചിലർ പ്രാർത്ഥിക്കും അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നല്ലതാ, അതൊന്നും മുടക്കുമൊന്നും വേണ്ട. എന്നാലും അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേദപുസ്തകത്തിൽ ആദ്യം കാണുന്നത് എവിടാ? ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ മുന്നോട്ട് പോകാം. അവനോട് ചോദിച്ചാൽ അവൻ അറിയത്തൊന്നുമില്ല. വാക്യം പറഞ്ഞ് റെഫറൻസ് പറഞ്ഞു തന്നോ? പിന്നെ 2 പേരും ആണ്ട് പറഞ്ഞല്ലോ. ആര് പറഞ്ഞു? നീ അതിനാന്നാ വന്നിരിക്കുന്നത്? ചുമ്മാ അല്ല സൈഡ് പിടിച്ചിരിക്കുന്ന ഇവൻ. വന്നോടനെ അവിടെ കസാരയിട്ട് പിടിച്ചത് അവർക്ക് നാളെ വരിക എന്ന് ഇവിടെ ഇരുന്നോണം. അപ്പൊ ശ്രദ്ധിക്കുക, അബ്രഹാം എന്ന വ്യക്തിയെ പറ്റി വേറെ പുസ്തകത്തിൽ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26. ഒന്ന് വായിച്ചു. തേരഹിന് 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു. അപ്പോൾ ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിൽ അബ്രാം എന്ന വ്യക്തിയെ പറ്റി ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26. ഈ അബ്രാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാമിന്റെ വിളിയെ പറ്റി പരാമർശിക്കുന്ന ഒരു പദം ബൈബിളിൽ, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്നാണ്. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. വായിച്ച യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 51:2. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം പറയട്ടെ, ദൈവം വിളിക്കുന്നതെല്ലാം ഒറ്റയ്ക്കാ. ഒരു കുടുംബത്തിൽ നിന്നാന്നേലും, ദേശത്തിൽ നിന്നാന്നേലും, നാട്ടിൽ നിന്നാന്നേലും, ഒരു രാഷ്ട്രത്തിന്റെ ഇടയിൽ നിന്നാന്നേലും ദൈവം വിളിക്കുന്നത് ഒറ്റയ്ക്കാ. Praise the Lord. അപ്പോൾ അബ്രഹാമിനെ ഏകനായിട്ട് ദൈവം വിളിച്ചു. ഒന്നുകൂടെ വായിച്ചേ സിസ്റ്റർ ആ വാക്യം. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു. അപ്പോൾ അബ്രഹാമിനെ ദൈവം ഏകനായിട്ട് വിളിച്ചെന്ന സ്തോത്രം. അങ്ങനെ പറയാൻ കാര്യം, നിങ്ങൾ ആ ഭാഗമെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. നമ്മളും ഇപ്പോഴൊക്കെ അങ്ങനെ പുസ്തകത്തിലും ചില
ഇതിലൊക്കെ വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബം മഹാകുടുംബമാണ്. പേരുമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു പുസ്തകം ഒരിക്കൽ പ്രകാശനം ചെയ്തു. ആ പുസ്തകം ഞാൻ വായിച്ചു. അപ്പോൾ ആ പുസ്തകത്തിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ലൈവ് ഉള്ളതുകൊണ്ട് പറയുന്നില്ല, വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അബ്രഹാമിന്റെ കുടുംബം ഒരു വലിയ മഹാകുടുംബമാണ്. ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള അയ്യോ സോറി മോനെ കണ്ടില്ല, അവിടോട്ട് വെക്കുകയാണെങ്കിലേ അവിടെ വെച്ചോ. അപ്പൊ ശ്രദ്ധിക്കുക, ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള ഒരു മഹത്തായ ബൃഹത്തായ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. അപ്പൊ അംഗബലമുള്ള ആൾബലമുള്ള ധാരാളം അംഗങ്ങളുള്ളൊരു മഹാകുടുംബം. ആ കുടുംബത്തിൽ നിന്ന് ദൈവം ഒരുവനെ വിളിച്ചു വേർതിരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കുടുംബത്തിൽ അംഗങ്ങൾ ധാരാളം കാണും. മിടുക്കന്മാരും ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും വിദ്യാനിപുണന്മാരും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും പ്രൊഫസേഴ്സും ഒക്കെ കാണും. വളരെ നല്ലത്. പക്ഷേ അവർക്കാർക്കും വെളിപ്പെടാത്ത സത്യമാ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത്. അവരാരും അനുഭവിക്കാത്ത ആത്മീക സന്തോഷമാ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നത്. അവർക്ക് ലഭിക്കാത്ത പദവിയും ഭാഗ്യമാ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ അനുഭവത്തിൽ വന്ന ദൈവമക്കൾ ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം.